നമസ്തേ. നമ്മൾ കുറൂരമ്മയുടെ കഥ ഇവിടെ തുടങ്ങുകയാണ്. പുറയന്നൂരില്ലത്തെ ഗൗരി അന്തർജനം അടാട്ട് കുറൂരില്ലത്ത് കുടിവയ്ക്കപ്പെട്ട് വിഖ്യാതയായ കുറൂരമ്മയായി തീർന്നതിന് പിന്നിലുള്ള കഥ. നിഷ്കാമമായ ഭക്തിക്കും നിഷ്കളങ്കമായ സ്നേഹത്തിനും ലോകത്തിന് തന്നെ മാതൃകയായ കുറൂരമ്മയുടെ ജീവിതചരിത്രം. ഒരിക്കൽ നിൻമുഖം മനസ്സിൽ തെളിഞ്ഞാൽ ഒരിക്കലും മായുകിൽ എൻ്റെ കണ്ണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ തുടങ്ങുകയാണ്. ശ്രീ വില്ലുമംഗലം സ്വാമിയാരും കുറൂരമ്മയും ചെമ്മങ്ങാട്ട് നമ്പൂതിരിയും സമകാലികരും തികഞ്ഞ കൃഷ്ണഭക്തരുമായിരുന്നു. കുറൂരമ്മയെന്ന് വിഖ്യാതയായ പാലക്കാട്ടെ പുറയന്നൂർ മനയിലെ ഗൗരി അന്തർജനത്തെ കുറൂരില്ലത്തേക്ക് വേളി കഴിച്ച് കൊണ്ടുവരുമ്പോൾ അവർക്ക് വയസ്സ് 15. വെളുത്ത് മെലിഞ്ഞ ശരീരം, അലൗകിക തേജസാർന്ന മുഖം. ഓർമ്മ വെച്ച കാലം മുതൽ ഭഗവാൻ ബാലഗോപാലൻ കൂട്ടിനുണ്ട്. ചുണ്ടിലെപ്പോഴും ഭഗവത് നാമ സങ്കീർത്തനങ്ങളുമായി മറ്റുള്ളവരിൽ നിന്ന് അകന്ന് ഒറ്റപ്പെട്ട് കഴിഞ്ഞുകൂടിയ പെൺകുട്ടി. കൂട്ടുകാരോടൊത്ത് ചിരട്ടയിൽ മണ്ണപ്പം ചുട്ടു കളിക്കേണ്ട പ്രായത്തിൽ ഗൗരി ബാലഗോപാലന് പാൽപ്പായസം ഉണ്ടാക്കി നിവേദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഗൗരിയുടെ തികഞ്ഞ ഭക്തിയിലും വിശ്വാസത്തിലും അച്ഛനമ്മമാർക്കും ഏടതിക്കും വലിയ താല്പര്യമായിരുന്നു. ഒരിക്കൽ അച്ഛൻ നമ്പൂതിരി തന്നെയാണ് ഒരു ബാലഗോപാല പ്രതിമയും ഭാഗവതവും വാങ്ങി ഗൗരിക്ക് കൊണ്ടുവന്ന് കൊടുത്തത്. പൂജാമുറിയിലെ ബാലഗോപാല പ്രതിമയ്ക്ക് മുന്നിൽ നിലവിളക്ക് കൊളുത്തി നിവേദ്യങ്ങൾ അർപ്പിച്ച് ജീവചൈതന്യം വരുത്താൻ ഗൗരിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഭഗവാനെ കൺമുൻപിൽ കണ്ടെന്ന പോലെയാണ് ഗൗരി ബാലഗോപാലനോട് സംവദിച്ചു കൊണ്ടിരുന്നത്. അടുത്ത ബന്ധുക്കളൊഴികെ അന്യപുരുഷന്മാരെയൊന്നും കാണാതെ ഇല്ലത്ത് അകത്തളത്തിൻ്റെ ഇരുണ്ട ഇടനാഴികളിൽ കഴിഞ്ഞു പോന്ന ഗൗരി അന്തർജനത്തിന് കുറൂരില്ലത്ത് കുടിവയ്ക്കപ്പെട്ടതോടുകൂടി വലിയൊരു മാറ്റമുണ്ടായി. ഒരിക്കൽ അച്ഛനോടൊപ്പം ഒരു അയന്യൂണിന് പോയപ്പോഴാണ് കുറൂരില്ലത്തെ അച്ഛൻ നമ്പൂതിരി ഗൗരിയെ ആദ്യമായി കാണാനിടയായത്. അംഗലാവണ്യങ്ങൾക്കുപരി മുഖത്ത് കളിയാടിയിരുന്ന ഈശ്വര ചൈതന്യമാണ് ഗൗരി എന്ന കൊച്ചു പെൺകുട്ടിയിൽ അച്ഛൻ നമ്പൂതിരിക്ക് ഇങ്ങനെ ദർശിക്കാനായത്. ലൗകിക കാര്യങ്ങളിൽ നിന്ന് അകന്ന് നിറഞ്ഞ കൃഷ്ണഭക്തിയിൽ അഭിരമിക്കുമ്പോഴാണ് കുറൂരില്ലത്തേക്കുള്ള ആലോചന തുടങ്ങിയത്. എന്നാൽ അച്ഛൻ്റെ ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഗൗരി കീഴടങ്ങുകയായിരുന്നു. സമ്പൽ സമൃദ്ധിയുടെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന അടാട്ട് കുറൂരില്ലത്തെ മൂത്ത മകൻ്റെ 2ാം വേളിയായി അച്ഛൻ നമ്പൂതിരി നേരിട്ട് വന്ന് ഗൗരിയെ ചോദിച്ചപ്പോൾ പാലക്കാട്ടെ പുറയന്നൂർ മനക്കാർക്ക് മറുത്തൊന്നും പറയാനുണ്ടായില്ല. എല്ലാം ഗൗരിയുടെ സൗഭാഗ്യമായാണ് കരുതിയത്. അപ്പോൾ ഈ പുറയന്നൂർ മന ക്ഷയിച്ചു തുടങ്ങിയ കാലമായിരുന്നു അത്. അച്ഛനമ്മമാരുടെ കാലം കഴിഞ്ഞാൽ ഗൗരി തനിച്ച്. കുറൂരില്ലത്തെ സമ്പൽ സമൃദ്ധിയിലേക്ക് പറിച്ചു നടാനുള്ള അച്ഛനമ്മമാരുടെ ആഗ്രഹത്തിന് മുന്നിൽ ഗൗരി തലകുനിച്ചു. എല്ലാം ഈശ്വരഹിതം അത്രയേ ഗൗരി കരുതിയുള്ളൂ. അടാട്ടില്ലത്ത് വേളിപ്പെണ്ണായി ഇങ്ങനെ വന്നു കയറുമ്പോൾ ഗൗരി ഉണ്ണിക്കണ്ണനെ മാറത്തടക്കി പിടിച്ചിരുന്നു. ഗൗരിയുടെ ആന്തരിക ചൈതന്യം കണ്ടറിഞ്ഞ അച്ഛൻ നമ്പൂതിരി ഗൗരിയോടൊപ്പം കണ്ണനെയും സ്വീകരിക്കാൻ അനുയോജ്യമായ ഒരിടത്ത് നല്ലൊരു പൂജാമുറി ഒരുക്കിയിരുന്നു. കുറൂരില്ലത്ത് വന്ന് കുടിവയ്ക്കപ്പെട്ടപ്പോഴും പൂജാതി കാര്യങ്ങളിലൊന്നും യാതൊരു വിഘ്നവും വരാതിരിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചു. അങ്ങനെ പുറയന്നൂർ മനയിലെ സൗഭാഗ്യലക്ഷ്മിയായ ഗൗരി അന്തർജനം ഒരു താലിച്ചരടിലൂടെ കുറൂരില്ലത്ത് വന്ന് സർവർക്കും ആരാധ്യയായ കുറൂരമ്മയായി രൂപാന്തരം പ്രാപിച്ചു. അടുക്കളയിൽ പാകം ചെയ്ത ഭക്ഷണങ്ങളൊന്നും ഗൗരി കഴിക്കാറില്ല. കുട്ടിക്കാലം മുതലേയുള്ള ഒരു ശീലമാണത്. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന നേതിച്ചോറും ചുക്കുവെള്ളവും കുടിക്കും. ഇപ്പോൾ ഗൗരി തന്നെ കണ്ണന് പാലും പഴവും പഞ്ചസാരയും പാൽപ്പായസവും നേദിക്കുന്നുണ്ട്. ജീവിതാന്ത്യം വരെയും കുറൂരമ്മ ഭഗവാന്റെ നിവേദ്യങ്ങൾ മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. പൂജാമുറിയിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഗൗരി നേരെ അടുക്കളയിലെത്തും ഏടത്തിമാരെ സഹായിക്കാൻ. ചോറും കറികളും അടയുമെല്ലാം ഗൗരി വളരെ പെട്ടെന്നുണ്ടാക്കും. ഗൗരി അടുക്കളയിൽ എത്തിയാൽ പിന്നെ മറ്റുള്ളവർക്ക് വെറും കാഴ്ചക്കാരായി നിന്നാൽ മതി. കറികളൊന്നും ഉപ്പ് നോക്കുക പോലും ചെയ്യാതെയാണ് ഗൗരിയുടെ പാചകം. ഗൗരി ഒന്ന് നുള്ളിയിട്ടാൽ പിന്നെ രണ്ടാമത് ഇടേണ്ടി വരില്ല. ഗൗരിയുടെ മാന്ത്രിക സ്പർശം എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും സ്വാദിഷ്ടമായി വിഭവങ്ങൾ ഒരുക്കാനുള്ള ഗൗരിയുടെ കൈപുണ്യത്തെ ഏവരും പ്രകീർത്തിച്ചു. അതുപോലെ തന്നെ ഗൗരിയുടെ ഭാവചലനങ്ങളും മറ്റും ശ്രദ്ധിച്ചാൽ ഇതൊക്കെ ഗൗരിയെ കൊണ്ട് ആരോ ചെയ്യിക്കുന്നത് പോലെ തോന്നും. ഗൗരിക്ക് വെറുതെ ആളായി നിന്നു കൊടുത്താൽ മതി. ചെയ്യുന്ന ജോലി എന്തുമായിക്കൊള്ളട്ടെ, ഗൗരിയുടെ നാവിൻ തുമ്പിൽ എപ്പോഴും ഭഗവത് നാമ മന്ത്രോച്ചാരണങ്ങളുമായിരിക്കും. ഭഗവത് ചിന്തകളില്ലാതെ ഗൗരിക്ക് ഒരു നിമിഷം പോലും ഇല്ല. ഭർത്താവിനെയും അച്ഛനമ്മമാരെയും പരിപാലിക്കുന്നതിലും ഗൗരി വളരെ ശ്രദ്ധാലുവാണ്. ആർക്കും ഒരു പരിഭവവും പറയാനുള്ള അവസരം ഗൗരി ഇങ്ങനെ ഒരുക്കി കൊടുക്കാറേ ഇല്ല. കുറൂരില്ലത്ത് ഗൗരി എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറിക്കഴിഞ്ഞു. എന്നാൽ അടുക്കളയിലെ ചിലർക്ക് ഗൗരിയുടെ നന്മയെ കാണാതിരിക്കാനാണ് ഇഷ്ടം. എന്തിനും ഏതിനും അവർ ഗൗരിയിൽ കുറ്റം കണ്ടെത്തി.
സ്ഥാനം കൊണ്ട് ഏറ്റവും മൂത്തതാണെങ്കിലും പ്രായത്തിൽ ഏറ്റവും ഇളയതായിരുന്നു ഗൗരി. മൂത്ത മകൻ്റെ രണ്ടാം വേളിയാണല്ലോ. മൂത്ത മകന് ഒരു ഉണ്ണി ഉണ്ടായി കാണാനുള്ള ആഗ്രഹത്തോടെയാണ് അച്ഛൻ നമ്പൂതിരി ഗൗരിയെ കണ്ടെത്തിയത്. ഗൗരിക്ക് കുട്ടിത്തം വിടാത്തത് കൊണ്ട് കൂടുതൽ പേർക്ക് ഇങ്ങനെ തികഞ്ഞ വാത്സല്യമായിരുന്നു. എന്നാൽ അവിടുത്തെ മൂത്ത ഏടത്തി എപ്പോഴും ഗൗരിയെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഗൗരിയോട് മാത്രമല്ല, ഇല്ലത്തെ മറ്റുള്ളവരോടും അവർ അങ്ങനെ തന്നെയായിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഗൗരി ആരോടും ഒന്നും എതിർത്ത് പറയാറില്ല. അധികം സംസാരിക്കുന്ന പ്രകൃതമല്ല ഗൗരിയുടേത്. നിറഞ്ഞ ചിരിയാണ് മുഖമുദ്ര. ചില സങ്കീർണ ഘട്ടങ്ങളിൽ ഗൗരിയുടെ വാക്കുകൾക്ക് പ്രസക്തി ഇങ്ങനെ ഏറുന്നു. കാരണം ഗൗരിയുടെ വാക്കുകൾക്കപ്പുറത്ത് മറ്റൊരു വാക്കുണ്ടാവില്ല. ആ നാവിൻ തുമ്പിൽ സരസ്വതി വിളയാടുന്നുണ്ടെന്ന് ഒരിക്കൽ അച്ഛൻ നമ്പൂതിരി തന്നെ പറയുകയുണ്ടായി. ഗൗരിയുടെ വാക്കുകൾ പലപ്പോഴും ദൈവദൂതന്റെ പ്രവചനം പോലെ ഫലിക്കുന്നു. ഓരോ നിമിഷത്തിലും ഗൗരി അന്തർജനം കുറൂരില്ലത്ത് ഒരു അത്ഭുതമായി മാറുകയാണ്. ഒരു ദിവസം ഗൗരി പൂജാമുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആദ്യം കണ്ണിൽപ്പെട്ടത് നല്ല പഴുത്ത മാമ്പഴങ്ങളായിരുന്നു. ഗൗരി ഉണ്ടാക്കുന്ന കറികളിൽ മാമ്പഴ പുളിശ്ശേരി ബഹുകേമമാണെന്ന് അച്ഛൻ നമ്പൂതിരി പ്രശംസിക്കാറുള്ളത് കൊണ്ട് ഇന്ന് പുളിശ്ശേരിയിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതി. അപ്പോഴാണ് മൂത്ത ഏടത്തി കലിതുള്ളി വന്ന് ഗൗരിയോട് കയർത്തത്. ഗൗരിയുടെ കൈകൊണ്ടുണ്ടാക്കി മൃഷ്ടാന്ന ഭോജനത്തിന് കാത്തിരുന്നിട്ട് കുറച്ച് വൈകിയതാവാൻ കാരണം. ഗൗരി ഒന്നും മിണ്ടിയില്ല. കേൾക്കുന്നവർക്ക് സങ്കടം തോന്നിയാലും ഗൗരി ചിരിക്കും. ഗൗരിയുടെ ശ്രദ്ധ മുഴുവൻ ചെയ്യുന്ന പ്രവൃത്തിയിലായിരിക്കും. സഹായത്തിന് അടുക്കളയിൽ അനുജത്തിമാരും പുറംപണിക്ക് വരുന്ന അടുത്ത വീട്ടിലെ നാണിയുമുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഗൗരിയോട് കൂറുള്ളവരും ആ സാമീപ്യം പോലും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നവരുമാണ്. അടുക്കളയിൽ ആരുടെ ഭാഗത്തു നിന്നും പ്രതികരണമില്ലാതെ വന്നപ്പോൾ ഏടത്തി വന്നപാടെ തിരിച്ചുപോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ അകത്തളത്തിൽ നിന്ന് വലിയൊരു ബഹളം. ഗൗരി ഒഴികെ മറ്റെല്ലാവരും അകത്തളത്തിൽ ഓടിയെത്തി. അല്പം മുമ്പ് ഗൗരിയോട് വഴക്കിട്ട് ഇറങ്ങിപ്പോയ ഏടത്തിയുടെ നാവ് ഇറങ്ങിപ്പോയി. അവരിപ്പോൾ ഒന്ന് കരയാൻ പോലും കഴിയാതെ മിഴിച്ചിരിക്കുകയാണ്. വൈദ്യരെ കൊണ്ടുവരാൻ ആള് പോയിട്ടുണ്ട്. അനുജത്തിമാർ തിരിച്ചു വന്ന് വിവരം പറഞ്ഞപ്പോൾ ഗൗരി ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഗൗരിക്കറിയാം ഇതെല്ലാം മായക്കണ്ണൻ്റെ ലീലകളാണെന്ന്. ഒരു സന്യാസിയുടെ ജീവിതം നയിക്കുന്ന വൈദ്യർ കുറച്ചൊരു ദിവ്യനാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ട്. വൈദ്യരെ തിരക്കി ആള് ചെല്ലുമ്പോഴേക്കും അദ്ദേഹം നമുക്ക് അഭിമുഖമായി വരുന്നുണ്ടാവും. വൈദ്യരെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട്ടിലേക്ക് എത്തേണ്ടി വരാറില്ല. രോഗി ഇങ്ങനെ രക്ഷപ്പെടുമെങ്കിൽ എത്രയും നേരത്തെ തന്നെ അന്വേഷകർ അദ്ദേഹത്തെ കണ്ടുമുട്ടിയിരിക്കും. വൈദ്യരെ തിരക്കി ആള് പോയിട്ട് അദ്ദേഹത്തെ കാണാനായില്ലെങ്കിൽ ആ രോഗിക്ക് ആയുസില്ലെന്ന് സാരം. കുറൂരില്ലത്ത് നിന്ന് ആള് ചെല്ലുമ്പോൾ വൈദ്യർ പാതി വഴി താണ്ടി കഴിഞ്ഞു. കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞ് വൈദ്യർ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, തമ്പുരാട്ടിക്ക് യാതൊരു അസുഖവും ഇല്ല. പിന്നെന്താച്ചാ പറയുക വൈദ്യരെ, ഈശ്വര സേവയുള്ള ഒരു കുട്ടി ഇവിടെ ഉണ്ടല്ലേ, ആ കുട്ടിയോട് വഴക്കിനോ മറ്റോ പോവണ്ടായോ? കാര്യമില്ലാതെ ആ മനസ്സ് വിഷമിപ്പിച്ച ഭഗവാൻ പുറക്കില്ലിട്ടോ. കുറച്ചു നേരത്തെ ഏടത്തി അടുക്കളയിൽ വന്ന് വഴക്കിട്ട് ഇറങ്ങിപ്പോയതിന് സാക്ഷികളുണ്ട്. അവർ ആ സത്യം തുറന്നു പറഞ്ഞു. അത് വേണ്ട കേട്ടോ, ആ കുട്ടിയോട് ഇങ്ങനെയൊന്നും പെരുമാറരുത്. ഭഗവാൻ കൂടെയുള്ള കുട്ടിയാ. ആ കാലൊന്ന് തൊട്ട് നമസ്കരിച്ചോളൂ, ഒന്ന് വിളിക്കൂ. പുണ്യാത്മക്കളെ കാണണതും നമസ്കരിക്കുന്നതും പുണ്യാത്രേ. ഗൗരി അകത്തളത്തിലേക്ക് പ്രവേശിച്ച് വൈദ്യരുടെ മുമ്പിലെത്തിയപ്പോൾ കാഷായ വേഷധാരിയും വൃദ്ധനുമായ വൈദ്യൻ കുറൂരമ്മയുടെ കാൽക്കൽ നമസ്കരിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ കുറൂരമ്മ മിഴിച്ചു നിൽക്കെ നാവിറങ്ങിപ്പോയ ഏടത്തി മാത്രമല്ല, സ്വയം മറന്നുപോയ പലരും ഗൗരിയുടെ കാൽക്കൽ നമസ്കരിച്ച് നിർവൃതി പൂണ്ടു. ഗൗരി ഏടത്തിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അവരുടെ നാവിന് ജീവനുണ്ടായിരുന്നു. ആ ചുണ്ടുകൾ മന്ത്രിച്ചു കൊണ്ടിരുന്നു. പൊറുക്കുട്ടിയേ, അറിയാതെ പറ്റിപ്പോയതാ, ഇനി ഉണ്ടാവില്ലട്ടോ. അപ്പോൾ ഭർത്താവിൻ്റെ മൂത്ത സഹോദരിയാണ് ഈ ലഹളക്കാരി. അവരുടെ നാവിന് ജീവൻ വീണപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി. ആത്മനിർവൃതിയിൽ ലയിച്ച് അച്ഛൻ തിരുമേനി ഗൗരിയെ ചേർത്തു നിർത്തി ഇങ്ങനെ ശിരസിൽ തലോടി. മനുഷ്യരുടെ നല്ല സ്വഭാവത്തിലൂടെയുള്ള ജീവിതം കൊണ്ടേ മഹത്തായ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അവനവൻ്റെ കർമ്മവാസനകളാണ് സ്വഭാവമായി തീരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അവനവൻ തന്നെ ശ്രമിച്ചേ മതിയാവൂ. ഇതിന് സജ്ജനങ്ങളുമായുള്ള സഹവാസം അത്യന്താപേക്ഷിതമാണ്. നല്ല സ്വഭാവമുള്ളവർ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ സമൂഹം ഉന്നതിയിൽ എത്തിച്ചേരും. അതിനാൽ മനുഷ്യൻ നല്ല സ്വഭാവത്തോടെ ജീവിക്കേണ്ടത് ജീവിത ലക്ഷ്യമാക്കിയെടുക്കണം. ഗൗരിയെ മനസ്സിലാക്കാനോ ഇത്തരം മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാകാനോ അവരുടെ ഭർത്താവിന് യോഗമില്ലാതെ പോയി. അദ്ദേഹം ഒരു സഞ്ചാരപ്രിയനായിരുന്നു. വേളി കഴിഞ്ഞിട്ട് നാളേറെ പിന്നിട്ടെങ്കിലും വളരെ അപൂർവമായി മാത്രമേ അവർ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ.
അപ്പോൾ ഓത്തു പഠിപ്പിക്കാനും പൂജകൾക്കും സപ്താഹങ്ങൾക്കും മറ്റുമായി ഇല്ലത്ത് നിന്നിറങ്ങിയാൽ ആഴ്ചകളും അതേപോലെ മാസങ്ങളും പിന്നിട്ടായിരിക്കും തിരിച്ചെത്തുക. വന്നാൽ 2-3 ദിവസം മാത്രം. പോകരുതെന്ന് ഗൗരി നിർബന്ധിക്കാറില്ല. കാരണം ഭർത്താവിൻ്റെ ദേശാടനം പോലും ഗൗരിക്ക് ഒരു അനുഗ്രഹമായി മാറുകയാണ്. ഭഗവാനിലേക്കുള്ള ശ്രദ്ധ അത്രയും കൂടുതലായി. ഏടതിയെ കൊണ്ട് വഴക്കടിപ്പിച്ചതും ഭർത്താവിനെ ദേശാടന പ്രിയനാക്കിയതും ഒരുപക്ഷെ ഗൗരി എന്ന കുറൂരമ്മയെ മഹത്വത്തിലേക്ക് ഉയർത്തുവാനുള്ള വഴി ഭഗവാൻ ബോധപൂർവം ഒരുക്കിയതാവാം. ഈശ്വര വിഷയങ്ങളിലുള്ള അനുരാഗമാണ് ഭക്തി. ഈശ്വര വിഷയ അനുരാഗത്താൽ ഭക്തി കൊണ്ട് ഉന്മത്തമാകുന്ന അവസ്ഥയിൽ മനുഷ്യനും ഈശ്വരനും ഒന്നാകും. കണ്ണൻ്റെ മായാവിലാസങ്ങൾക്ക് അതിരില്ലാത്തതാണല്ലോ. കുറൂരമ്മയുടെ മഹത്വം തിരിച്ചറിഞ്ഞത് കൊണ്ടോ ഭയഭക്തി ബഹുമാനങ്ങൾ കൊണ്ടോ എന്തോ പലരും അമ്മയിൽ നിന്ന് കുറച്ചൊരകലം ദീക്ഷിച്ചിരുന്നു. എന്നാൽ കുറൂരമ്മയിൽ പ്രത്യേകിച്ചൊരു മാറ്റവും പ്രകടമായില്ല. അവർ പതിവ് പോലെ കുളിയും തേവാരവും നാമജപവും ഈശ്വര സേവയുമായി കഴിഞ്ഞുകൂടി. ഒരു ദിവസം കുറൂരമ്മ സന്ധ്യയ്ക്കു മുമ്പേ അകത്തളത്തിൽ ഇരുന്ന് മാല കെട്ടിക്കൊണ്ടിരിക്കെ പുറംപണിക്ക് ഇങ്ങനെ വന്ന നാണി വളരെ സങ്കടപ്പെട്ട് അമ്മയുടെ മുമ്പിൽ വന്നു. സങ്കടത്തിൻ്റെ കാരണം അറിഞ്ഞപ്പോൾ കുറൂരമ്മയ്ക്ക് ചിരിയാണ് വന്നത്. നാണിക്ക് സ്വന്തമെന്ന് പറയാൻ ഒരു മകൻ മാത്രമേയുള്ളൂ, രാമു. വയസ്സ് 15 കഴിഞ്ഞെങ്കിലും യാതൊരു ഉത്തരവാദിത്വമില്ലാതെ തോന്നിയ പോലെ നടക്കും. പഠിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് കഷ്ടിച്ച് എഴുതാനും വായിക്കാനും ഇങ്ങനെ പഠിച്ചപ്പോഴേക്കും പഠിപ്പ് നിർത്തിയതാണ്. കൈവേലകളൊന്നും പഠിച്ചിട്ടുമില്ല. കുറൂരില്ലത്ത് നിന്ന് കിട്ടുന്നത് കൊണ്ട് നിത്യവൃത്തി ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. നാണിക്ക് 4 ദിവസം ദീനം പിടിച്ച് കിടന്നു പോയാൽ അന്നം മുട്ടുമെന്ന അവസ്ഥയിലെത്തിയപ്പോൾ മാത്രമാണ് എന്തെങ്കിലും പണി ചെയ്ത് കുടുംബം പുലർത്തേണ്ട പ്രായത്തിൽ കൂട്ടുകൂടി അലഞ്ഞു നടക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ നാണി ചോദിച്ചു പോയത്. പക്ഷേ മകനത് ഇഷ്ടമായില്ല. അപ്പോൾ തന്നെ ശോഭിച്ച് കലിതുള്ളി വീട് വിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അവൻ പോകാൻ സാധ്യതയുള്ളിടത്തൊക്കെ നാണി തിരക്കി. എന്നിട്ട് ആളെ വിട്ടെല്ലാം അന്വേഷണം നടത്തിയതിനു ശേഷമാണ് നാണി നിരാശയോടും സങ്കടത്തോടും കൂടി കുറൂരമ്മയുടെ മുമ്പിലെത്തിയത്. നാണിയുടെ വിശദീകരണമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മാല കെട്ടുന്നതിനിടയിൽ തന്നെ അമ്മ പറഞ്ഞു, അവനിപ്പോൾ പാലക്കാടുണ്ടല്ലോ നാണിയെ, ഒരു ജോലി തിരക്കി നടക്കുക. പാവം വിശന്ന് പൊരിഞ്ഞ് തിരിച്ചു പോരാന്നാ ഇപ്പോൾ വിചാരം. കയ്യിൽ കാശൊന്നും ഇല്ല. നീ പേടിക്കണ്ട കേട്ടോ, അവൻ വരും. ഇവിടെ വരാതെ അവൻ എവിടെ പോവാനാ? കുറൂരമ്മ നാണിയെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പണിക്ക് വരുന്നില്ലെങ്കിലും അന്നത്തെ അത്താഴത്തിനുള്ള വകയൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചു. കെട്ടിക്കഴിഞ്ഞ മാലയെടുത്ത് പൂജാമുറിയിൽ കൊണ്ടുവച്ച് നാണിയുടെ സങ്കടം കണ്ണനോട് ഉണർത്തിച്ച ശേഷമാണ് കുറൂരമ്മ പുറത്തേക്ക് ഇറങ്ങിയത്. വെളുപ്പിനുണർന്ന് വാതിൽ തുറന്ന നാണി ഒരു നിമിഷം അന്തം വിട്ടു നിന്നു. അമ്മയുടെ പ്രവചനം പോലെ രാമു വരാന്തയിൽ കിടന്നുറങ്ങുന്നു. നാണി വേഗത്തിൽ മകനെ വിളിച്ചുണർത്തി. വിശപ്പും ദാഹവും യാത്രാക്ഷീണവും കൊണ്ട് കരുവാളിച്ച മുഖവുമായി രാമു അമ്മയുടെ മുമ്പിൽ നിന്ന് വിതുമ്പി. ഒന്നും ചോദിക്കാൻ നിൽക്കാതെ മകന് വേണ്ടി വേഗത്തിൽ ഭക്ഷണം ഒരുക്കി. രാമു എഴുന്നേറ്റ് മുഖം കഴുകി ഭക്ഷണം കഴിച്ചു. അപ്പോഴേക്കും നേരം വെളുത്തു. പിന്നെ താമസിച്ചില്ല. അവർ കുറൂരമ്മയുടെ മുമ്പിലെത്തി. അമ്മ പൂജാമുറിയിൽ നിന്നിറങ്ങി വന്നു. രാമുവിനോട് വിശേഷങ്ങൾ തിരക്കി. വിശപ്പും ദാഹവും സഹിക്കാനാവാതെ അനുഭവിച്ചു തീർത്ത കഷ്ടപ്പാടുകളും ദുരിതങ്ങളും രാമു അമ്മയോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മ സാന്ത്വന സ്വരത്തിൽ പറഞ്ഞു, അപ്പോൾ കുറൂരമ്മയുടെയും ഉണ്ണിക്കണ്ണൻ്റെയും ഈ മനോഹരമായ കഥയുടെ 1ാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഭാഗം എല്ലാവർക്കും ഉടനെ തന്നെ കേൾക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.